ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ രീതി കേട്ടിട്ട്, അതായത് രാകേഷ് എം ജി പറഞ്ഞ രീതി കേട്ടിട്ട് പലരും പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഫെയിലായി പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എയർ ഫിൽട്ടർ ആണെങ്കിലും ഫ്യൂവൽ ഫിൽട്ടർ ആണെങ്കിലും സ്പാർക്ക് പ്ലഗ് ആണെങ്കിലും അങ്ങനെ സർവീസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനം പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പലരും അത് ചെയ്തിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, നടക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് നിങ്ങളുടെ വാഹനം പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആകാനുള്ള കാരണം എന്താണെന്ന് നോക്കുക. അതായത് ഏത് കാരണം കൊണ്ടാണ് അത് ഫെയിൽ ആകുന്നത് ആ കാരണത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാഹനത്തിനകത്ത് കൃത്യമായിട്ടുള്ള രീതിക്ക് ബേണിങ് നടക്കണം. അതായത് ഹൈഡ്രോ കാർബൺസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ പെട്രോൾ കൂടുതൽ ചെല്ലുന്നുണ്ട് എക്സോസ്റ്റിലോട്ട്, അപ്പോൾ ബേണിങ് കൃത്യമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ ബേണിങ് കൃത്യമായിട്ട് നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കാൻ പറ്റുന്നൊരു കാര്യം എയർ ഫിൽട്ടർ ബ്ലോക്ക് ആണെങ്കിലോ കൃത്യമായിട്ടുള്ള രീതിക്ക് എയർ കിട്ടാതെ വരും, ബേണിങ് പ്രോപ്പർ ആകത്തില്ല. സ്പാർക്ക് പ്ലഗ് അതും ഈ സെയിം രീതി തന്നെ, കൃത്യമായിട്ടുള്ള രീതിക്ക് സ്പാർക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ബേണിങ് കറക്റ്റ് ആകത്തില്ല. അപ്പം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അത് വരാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം മാത്രമല്ല, എല്ലാം കാര്യങ്ങളും മാറിവിടുക. സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ, ഫ്യൂവൽ ഫിൽട്ടർ, എല്ലാം കാര്യങ്ങളും റീപ്ലേസ് ചെയ്യുക. എഞ്ചിൻ ഓയിൽ മറക്കല്ല. ഇത്രയും കാര്യങ്ങൾ മാറിയിട്ട് ഉടനെ തന്നെ നിങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനായിട്ട് യൂസ്ഡ് ആയിട്ടില്ല. നമ്മുടെ വാഹനത്തിൽ പഴയ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തു, പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചു. പക്ഷേ ഈ പുതിയ എഞ്ചിൻ ഓയിൽ ഫുൾ എഞ്ചിൻ സർക്കുലേറ്റ് ചെയ്ത് വന്നിട്ടില്ല. ഇത് ഫുള്ള് നമ്മുടെ എഞ്ചിനകത്തോട്ട് സർക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം എയർ ഫിൽറ്ററിൻ്റെ ആണെങ്കിലും എയറൊക്കെ ഇത്ര നാൾ പ്രോപ്പറായിട്ട് കിട്ടാതിരുന്നിട്ട് പെട്ടെന്ന് എയർ കിട്ടിയാൽ പോലും എഞ്ചിൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അതെല്ലാം പ്യുവറായിട്ടുള്ള അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള എയർ കിട്ടി ഈ കാർബൺ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്തുള്ളതൊക്കെ കുറച്ച് കത്തിപ്പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വർക്കിംഗ് നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ ഈ പറഞ്ഞ സർവീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30-40 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം, അതായത് ഹീറ്റായിട്ടിരിക്കുന്ന കണ്ടീഷനിൽ, ഒരു കാരണവശാലും തണുത്തിരിക്കുന്ന കണ്ടീഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകാറില്ല. അതിപ്പോൾ പഴയ വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും പുതിയ വാഹനത്തിൻ്റെ കാര്യമാണെങ്കിലും, പുതിയ വാഹനത്തിൽ പിന്നെയും വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പൊല്യൂഷൻ ടെസ്റ്റിന് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് സർവീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ടെങ്കിൽ പോലും വാഹനം ഓടിച്ചിരിക്കണം. ഏകദേശം ഒരു 25 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞത് നിങ്ങളുടെ വാഹനം ഓടിയിരിക്കണം. അത്രയും കിലോമീറ്റർ ഓടിയതിന് ശേഷം കൊണ്ടുപോയി പൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാകുന്നതായിരിക്കും. അതും ഞാൻ ഉറപ്പെന്ന് പറഞ്ഞാൽ പോലും ഒരു 90% എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കും. പക്ഷേ ഒരു 10% എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും കൊണ്ട്, ഇപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, നിങ്ങളത് അഴിച്ച് നോക്കി കാണത്തില്ല. കാരണം ഫ്യൂൽ ഇഞ്ചക്ടർ നമ്മൾ മാറുന്നില്ല. ഇഞ്ചക്ടറിൻ്റെ പ്രശ്നമുണ്ട്, ഇഞ്ചക്ടറിൽ നിന്ന് സ്പ്രേ ആയിട്ടല്ലാതെ ഡ്രോപ്പായിട്ടാണ് പെട്രോൾ വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ഹൈഡ്രോ കാർബൺസ് കൂടുതൽ കാണിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കി ഇത്രയും കിലോമീറ്റർ ഓടിച്ച് കൊണ്ട് കാണിച്ചിട്ടും റെഡി ആകുന്നില്ലെങ്കിൽ അടുത്ത എന്താണെന്നുള്ള വഴി നമുക്ക് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇട്ടോണം. എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവലിൻ്റെ അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിൽ ആകുന്നതെന്നുള്ളത് ഞാൻ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും.